1718-009. Report headquarters immediately. ഇത് നമ്മുടെ താരങ്ങാടിയിലെ മുനിസിപ്പാലിറ്റിയുടെ കീഴിലുള്ള സിവി പാർക്കിനെ കുറിച്ചാണ്. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞാൽ ഒരു 3 മാസം മുമ്പാണ് ടൂറിസ്റ്റ് മീഡിയയുടെ പേരിൽ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. വലിയൊരു വനമേഖലയായിരുന്നു നമ്മുടെ ഈ സിവി പാർക്ക്. അന്ന് ആ വീഡിയോയിൽ വളരെ കൃത്യമായി എല്ലാം കണക്ക് കൂട്ടി നഗരസഭയെ ബോധിപ്പിച്ചിരുന്നു. ഈ കാണുന്ന ഇടങ്ങളിലൊക്കെ വലിയ വലിയ കാടുകളായിരുന്നു. നിങ്ങളുടെ വിഷ്വൽസ് കാണുന്നു. കുട്ടികളുടെ ഈ കളിപ്പാട്ടങ്ങൾ, കുട്ടികളുടെ ഉപകരണങ്ങളൊക്കെ തുരുമ്പെടുത്ത് നാശിച്ച് നാരായണക്കല്ലായി പോയിട്ടുണ്ട്. എത്ര വർഷങ്ങളായി, ഇത് ഇന്നും ഇന്നലെയുമല്ല, വർഷങ്ങളുടെ പഴക്കമുണ്ട് ഈ കാണുന്ന ഈ ഉപകരണങ്ങളൊക്കെ നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ നശിച്ചു പോയി. ഇതിനിടയ്ക്ക് ഒരുപാട് തെരഞ്ഞെടുപ്പുകൾ വന്നു പോയി. ഒരുപാട് ഭരണകർത്താക്കൾ ആ സ്ഥാനത്തേക്ക് എത്തി. ചെയർമാൻ മുതൽ ഇന്ന് നിൽക്കുന്ന ചെയർപേഴ്സൺ വരെ ആ ഒരു കസേരയിലുണ്ടായിരുന്നു. പക്ഷെ എന്നിട്ട് പോലും ഈ നഗരസഭയ്ക്ക് കീഴിലുള്ള ഈ പാർക്കിനെ ഒന്ന് മോഡിഫൈ ചെയ്യുവാനും ഈ പാർക്കിലേക്ക് എത്തുന്ന ജനങ്ങൾക്ക് അത്യാധുനിക സംവിധാനങ്ങളോട് കൂടിയുള്ള ഉപകരണങ്ങൾ ഒരുക്കുവാനോ, എന്തിനേറെ പറയുന്നു, ദാഹിക്കുമ്പോൾ ഒരിറ്റ് കുടിവെള്ളത്തിന് പോലും വകയില്ലാത്ത ഒരു ഇടമായിരുന്നു. അതിലേറെ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പ്രാഥമിക കർമ്മ സൗകര്യങ്ങൾക്ക് പോലും വകയില്ലാത്ത ഒരു പ്രദേശം. ഏറ്റവും ആദ്യം ഈ പാർക്കിന്റെ ദുരവസ്ഥയും ഇവിടെ എത്തുന്ന ജനങ്ങൾക്കുള്ള വലിയൊരു ബുദ്ധിമുട്ടും തുറന്നു കാണിക്കുവാൻ ട്രൂ ന്യൂസ് മീഡിയ ആദ്യം ജനങ്ങൾക്ക് മുമ്പിൽ കൃത്യമായി പറഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ 3 മാസങ്ങൾ മാറ്റം ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇല്ലെങ്കിൽ മാറ്റത്തിനുള്ള വലിയൊരു പ്രതിഷേധ സമരം ഈ പാർക്കിൽ നിന്ന് തന്നെ തുടങ്ങേണ്ടി വരും. നമുക്ക് ഈ കാണുന്ന രീതിയിൽ കാട് മാത്രം വെട്ടിത്തെളിച്ച് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആശ്വാസം തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. മദ്യവും വ്യഭിചാരവും ഓപ്പറേഷൻ തൂഫാനുമായി ബന്ധപ്പെട്ട പല സംഭവങ്ങൾ ഈ പാർക്കിനകത്ത് നടന്നുപോയിട്ടുണ്ട്. കഴിഞ്ഞ എത്രയോ വർഷങ്ങളാണ് പല അധികാരികളോടും ഇത് തുറന്നു കാണിച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ട്രൂ ന്യൂസ് മീഡിയ വാർത്ത ചെയ്തതിനു ശേഷം അധികാരികളുടെ കണ്ണു തുറന്നു. ഇനിത പല ആളുകളും ഈ പാർക്കിന്റെ ദുരവസ്ഥയെക്കുറിച്ച് അധികാരിക്ക് മുമ്പിൽ തുറന്നു കാണിച്ചപ്പോൾ അധികാരികൾ അല്പമൊന്നും കണ്ണു തുറന്നു. ഇന്ന് പാർക്കിലെ ഈ ഒരു അന്തരീക്ഷം വളരെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് എനിക്ക് വീണ്ടും അധികാരികളോട് പറയാനുള്ളത്, പ്ലീസ് ദയവ് ചെയ്ത് കാട് വെട്ടിത്തുറച്ചത് കൊണ്ട് മാത്രം നമ്മുടെ ദൗത്യം അവസാനിക്കുന്നില്ല. നമുക്കിനി വേണ്ടത് ഈ നശിച്ച ഉപകരണങ്ങൾക്ക് പകരം കുട്ടികൾക്ക് കളിച്ച് ആർമാദിച്ചുല്ലാസിക്കുവാനുള്ള പുതിയ ഉപകരണങ്ങൾ, അത്യാധുനിക കളിപ്പാട്ടങ്ങൾ ഇവിടെ സംവിധാനം ഉണ്ടാക്കിയെടുക്കണം. പ്രാഥമിക കർമ്മങ്ങൾ നിർവഹിക്കാനുള്ള ഒരു ഇടം അത് നിർബന്ധമായിട്ടും ഈ പാർക്കിനകത്ത് ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു സാഹചര്യം തന്നെയാണ്. പിന്നെ വലിയൊരു ഉത്തരവാദിത്തമാണ് നിങ്ങളുടെ മുമ്പിൽ ഇനി ബാക്കിയുള്ളത്. കാട് വെട്ടിത്തുറച്ചത് കൊണ്ട് മാത്രം നിങ്ങളുടെ ഉത്തരവാദിത്തം പൂർത്തിയായിട്ടില്ല. മികപ്പെട്ട മുനിസിപ്പൽ അധികാരികളോട് പറയാനുള്ളത്, ഈ പാർക്കിനകത്ത് നിരവധി അറ്റകുറ്റപ്പണികൾ നടത്താനുണ്ട്. ഇരിപ്പിടങ്ങൾക്ക് നശിച്ചുപോയ നിലയിലാണ്. പല ഇരിപ്പിടങ്ങളുടെയും ശോചനീയാവസ്ഥ നിങ്ങൾക്ക് നേരത്തെ കാണിച്ചതാണ്. അതൊക്കെ ഒന്ന് റീവർക്ക് ചെയ്തിട്ട് നല്ല രീതിയിലുള്ള ഇരിപ്പിടങ്ങൾ ഒരുക്കി ആളുകൾക്ക് ഇവിടെ സാഹസിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കി കൊടുക്കണം. ബജറ്റിൽ ഈ പാർക്കിലേക്ക് ആവശ്യമായ തുക വകയിരുത്തിയിട്ടുണ്ട് എന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട്. അത് വലിയൊരു ആശ്വാസവും അഭിനന്ദനാർഹവുമായ കാര്യമാണ്. കാര്യങ്ങളൊക്കെ ഏറ്റവും എളുപ്പത്തിൽ ചെയ്ത് പാർക്കിന് വലിയൊരു വികസന പാതയിലേക്ക് എത്തിക്കണമെന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ഒരിക്കൽ കൂടി ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം നമ്മുടെ പാർക്ക് എത്രയും പെട്ടെന്ന് നവീകരിച്ച് നല്ല അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയിട്ട് മുന്നോട്ട് വേണമെന്ന് ആഗ്രഹമുള്ളത് കൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ട്രൂ ന്യൂസ് മീഡിയ രണ്ടാമതും ഈ പാർക്കിന്റെ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് മുനിസിപ്പൽ അധികൃതരോട് വീണ്ടും ഓർമ്മിക്കുന്നു, ജനങ്ങളാണ് നമുക്കെല്ലാം. ജനങ്ങൾക്ക് വേണ്ടിയാണ് നാം എന്തും ചെയ്യേണ്ടത്. ആ ജനവിധിയിലൂടെയാണ് നിങ്ങളിപ്പോൾ അധികാര കസേരയിലിരിക്കുന്നത്. ആ അധികാര കസേര നിങ്ങൾക്ക് നൽകിയ ആ ജനങ്ങൾക്ക് ഒരു സായാഹ്നം ചെലവഴിക്കാനുള്ള പാർക്കെങ്കിലും വികസിപ്പിച്ച് നൽകിക്കൂടെ എന്ന് മാത്രമേ